ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ അറസ്റ്റിലായ പ്രതികളിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റും മുൻ ദേവസ്വം കമ്മീഷണറുമായ എൻ വാസുവിന് മാത്രം കട്ടിലിൽ കിടക്കാമെന്ന നിയമവും ഇപ്പോൾ ജയിലിനകത്തുണ്ട്. മുൻ പ്രസിഡന്റ് എ പത്മകുമാർ ഉൾപ്പെടെ ബാക്കി എല്ലാവരും സെല്ലിൽ മറ്റ് തടവുകാർക്കൊപ്പമാണ് താമസം. കൊട്ടാരക്കര സബ് ജയിലിലായിരുന്നു എൻ വാസു. ഹൃദ്രോഗബാധിതനാണെന്നതിനാൽ ചികിത്സ നൽകണമെന്ന ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് മാറ്റിയിരുന്നു. ഇവിടെ ആശുപത്രി സെല്ലിലാണ് 74 വയസ്സുള്ള വാസുവിനെ താമസിപ്പിച്ചിരിക്കുന്നത്. മുറിയിൽ കട്ടിലും ഫാനും ഉണ്ട്. ഡോക്ടർക്ക് പരിശോധിക്കാനും അവസരമുണ്ട്. എന്നാൽ വ്യാഴാഴ്ച അറസ്റ്റിലായ എ പത്മകുമാറും കേസിന് മുൻപ് അറസ്റ്റിലായ ഉണ്ണികൃഷ്ണൻ പോറ്റി, മുരാരി ബാബു, ഡി സുധീഷ് കുമാർ, കെ എസ് ബൈജു എന്നിവരും സ്പെഷ്യൽ ജയിലിലാണ് കഴിയുന്നത്. ഇവർ ഓരോരുത്തരും വെവ്വേറെ സെല്ലിൽ മറ്റ് തടവുകാർക്കൊപ്പമാണ് താമസം. പത്മകുമാറിന് മുൻ MLA എന്ന നിലയിൽ പ്രത്യേകം സൗകര്യം കൊടുക്കേണ്ടതുണ്ട്. അതുകൊണ്ട് പൂജപ്പുര സെൻട്രൽ ജയിലിലേക്ക് ഉടൻ മാറ്റിയേക്കും എന്നായിരുന്നു വിവരം ലഭിച്ചിരുന്നത്. എന്തായാലും സെൻട്രൽ ജയിലിലേക്ക് മാറ്റുമ്പോൾ കൂടുതൽ വിപുലമായ സൗകര്യങ്ങൾ ഒരുപക്ഷെ കിട്ടാനുള്ള സാധ്യതയുണ്ടെന്നാണ് വ്യക്തമാകുന്നത്. അതേസമയം ഉണ്ണികൃഷ്ണൻ പോറ്റിക്കായി പത്മകുമാർ നടത്തിയ ഇടപെടലിൽ നിർണായക വിവരങ്ങൾ നൽകാൻ കഴിയുന്ന ദേവസ്വം ബോർഡിലെ മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ രാജേന്ദ്രൻ അടക്കമുള്ളവരെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. പല ഓഫീസുകളിലും ഉദ്യോഗസ്ഥരെ പത്മകുമാർ സ്വാധീനിച്ചു എന്നാണ് എൻ വാസുവിന്റെയും മൊഴി. കട്ടിളപ്പാളികളും ശ്രീകോവിലിലെ വാതിലുമായി ഉണ്ണികൃഷ്ണൻ പോറ്റി വിവിധ സ്ഥലങ്ങളിൽ പൂജ നടത്തിയെന്നും നേരത്തെ കണ്ടെത്തിയിട്ടുണ്ട്. പൂജയുടെ ഭാഗമായി നടൻ ജയറാം അടക്കമുള്ളവരുടെയും മൊഴി രേഖപ്പെടുത്തും. കേസുമായി ബന്ധപ്പെട്ട് വ്യാഴാഴ്ച വൈകുന്നേരത്തോടെയാണ് SIT പത്മകുമാറിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. അറസ്റ്റിന് പിന്നാലെ കൊല്ലം വിജിലൻസ് ജഡ്ജിയുടെ വസതിയിൽ എത്തിച്ച് റിമാൻഡ് ചെയ്തു. ഇന്നലെ രാത്രിയോടെ തന്നെ പത്മകുമാറിനെ തിരുവനന്തപുരം സ്പെഷ്യൽ സബ് ജയിലിലേക്ക് മാറ്റിയിരുന്നു. കേസുമായി ബന്ധപ്പെട്ട് ഗുരുതരമായ ആരോപണങ്ങളാണ് പത്മകുമാറിന് മേൽ ഉള്ളത്. റിമാൻഡ് റിപ്പോർട്ടിലെ വിവരങ്ങൾ അനുസരിച്ച് നോക്കുകയാണെങ്കിൽ സ്വർണ്ണക്കൊള്ളയ്ക്ക് തുടക്കമിട്ടത് പത്മകുമാറാണ്. ബോർഡ് യോഗത്തിലെ മിനിറ്റ്സ് കൃത്രിമം കാട്ടി കൊള്ളയ്ക്ക് തുടക്കമിട്ടത് അദ്ദേഹമാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് സ്വർണം അപഹരിക്കാൻ വേണ്ട ഒത്താശകളെല്ലാം ചെയ്തു കൊടുത്തതും പത്മകുമാറാണ്. ഔദ്യോഗിക കൃത്യനിർവഹണത്തിൽ പത്മകുമാർ ഗുരുതരമായ വീഴ്ച വരുത്തിയിട്ടുണ്ട് എന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നു. ശബരിമലയിലെ സ്വർണ്ണക്കൊള്ളയിൽ അറസ്റ്റിലായ പാർട്ടി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റുമായ എ പത്മകുമാറിനെ എതിരെ CPM നടപടി എടുക്കുന്നില്ല. പത്മകുമാർ രാഷ്ട്രീയ നേതൃത്വത്തിനെതിരെ ആഞ്ഞടിക്കുമോ എന്ന ഭയത്തിലാണ് ഇത്. മുൻ മന്ത്രി കടകംപള്ളി സുരേന്ദ്രനെ പ്രതിക്കൂട്ടിലാക്കുന്ന നിലപാടുകളാണ് പത്മകുമാർ എടുത്തത്. അതുകൊണ്ട് തൽക്കാലം പാർട്ടി നടപടി വേണ്ടെന്ന് CPM വെച്ചു. ഇന്നലെ ചേർന്ന പാർട്ടി സംസ്ഥാന സെക്രട്ടേറിയറ്റിന്റേതാണ് തീരുമാനം. CPM സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇത്. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് നിർദ്ദേശം നൽകിയത്. തദ്ദേശ തെരഞ്ഞെടുപ്പ് കണക്കിലെടുത്താണ് ഇത്. അയ്യപ്പ കോപമാണ് ഈ പ്രതിസന്ധിയിലേക്ക് മോഷ്ടാക്കളെയും CPMനെയും എത്തിച്ചത് എന്ന പ്രചരണം വിശ്വാസികളും തുടരുന്നു. ഈ പ്രചരണം CPMനെ വലയ്ക്കുന്നുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ കൊടുക്കുന്ന റിപ്പോർട്ടുകൾ കൂടി വന്ന ശേഷം നടപടിയുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാമെന്നാണ് സെക്രട്ടേറിയറ്റിൽ ഉണ്ടായ ധാരണ. അറസ്റ്റിലായതിനു ശേഷം പത്മകുമാറിനെതിരെ ഉടൻ നടപടി സ്വീകരിച്ചാൽ പിന്നീട് അദ്ദേഹം അന്വേഷണ സംഘത്തിന് മുന്നിൽ നൽകുന്ന മൊഴി പാർട്ടിക്കും സർക്കാരിനും വലിയ പ്രതിസന്ധി ഉണ്ടാക്കും. അതുകൊണ്ട് പത്മകുമാറിനെ അടുപ്പിച്ചു നിർത്തും. തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ പ്രചാരണ സമയത്ത് തന്നെ എ പത്മകുമാറിനെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് രാഷ്ട്രീയമായി വലിയ തിരിച്ചടിയായി ഇരിക്കുകയാണ് CPM. വാസുവും CPMകാരനാണ്. മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായിരുന്നു. പക്ഷേ ജനമനസ്സുകളിൽ CPM നേതാവ് എന്ന പ്രതിച്ഛായ ഇപ്പോഴില്ല. എന്നാൽ പത്മകുമാർ ഇപ്പോഴും ജനമനസ്സിൽ CPMകാരനാണ്. ഇത് CPMനെ ആകെ ഉലയ്ക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.